ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. ഇന്ന് ഡിസംബർ 4 തീയതിയാണ്, തൃക്കാർത്തികയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, തൃക്കാർത്തിക ദിവസം നമ്മൾ വിളക്കൊക്കെ കൊളുത്തും. നല്ലൊരു വിശേഷ ദിവസമാണ് നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ ഡിസംബർ 3 സന്ധ്യയ്ക്ക് ഞാൻ വിളക്ക് കൊളുത്തിയ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, ഒന്ന് പിറ്റേ ദിവസം ഒന്ന് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ രാവിലെ എൻ്റെ മോളെ റെഡിയാക്കി സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ നേരെ വണ്ടിയെടുത്ത് 2 വീലർ എടുത്ത് ആലുവ വരെ 2 വീലറിൽ വന്നിട്ട് അവിടെ ആലുവയിൽ വണ്ടി വെച്ച് അവിടെ നിന്ന് മെട്രോ കയറി വടക്കേക്കോട്ട എന്നുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ വീണ്ടും ബസ് പിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ അമ്പലത്തിലേക്ക് പോയത്. ഈ കാണുന്ന ഹിൽ പാലസ് കൊട്ടാരമാണ്. അവിടെ നിന്നൊരു ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക്. അങ്ങനെ പോയി. ആദ്യമായിട്ടാണ് തൃക്കാർത്തികയുടെ സമയത്ത് ഞാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് അമ്പലത്തിലെങ്കിലും തൃക്കാർത്തികയുടെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്ന് പൗർണമിയും കൂടി ആയതുകൊണ്ട് അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇന്ന് പൗർണമിയാണെന്ന്. പൗർണമിയും തൃക്കാർത്തികയും കൂടി ചേർന്ന് വരുന്ന ദിവസം അതിവിശേഷമാണ്, ഭയങ്കര പ്രാധാന്യമാണ് പൗർണമി ചേർന്ന് വരുന്ന തൃക്കാർത്തികയ്ക്ക്. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അമ്പലത്തിൻ്റെ അവിടെ എത്തി. മണ്ഡല മഹോത്സവം ആയത് കാരണം നട നേരത്തെ അടയ്ക്കില്ല എന്ന് അറിയാമായിരുന്നു എനിക്ക്. നട നേരത്തെ മീൻസ് സാധാരണ അടയ്ക്കുന്ന പോലെ അടച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇന്ന് കാഴ്ചശീവേലി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3:30 ആകുമ്പോഴത്തേക്കും നട തുറക്കുമായിരുന്നു. അങ്ങനെ ഞാനൊന്നും കഴിക്കാണ്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി, ഞാൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പിന്നെ നടയിലേക്ക് അങ്ങോട്ട് നടന്ന് നടയുടെ ഫ്രണ്ടിൽ നടപ്പന്തലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാനൊരു തട്ട് വാങ്ങിച്ചു ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ജോലിയുടെ കാര്യം സംബന്ധിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര ദേവിക്ക് വഴിപാടായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു തട്ട് കണ്ടു. അതിൽ പച്ച കുപ്പിവള ഉണ്ടായിരുന്നു 6 പിന്നെ മഞ്ഞച്ചരട് ഉണ്ടായിരുന്നു, പിന്നെ കുങ്കുമം ഉണ്ടായിരുന്നു, പിന്നെ ഒരു നെയ്യും വാങ്ങിച്ചു ഞാൻ. അങ്ങനെ ആദ്യം കീഴ്ക്കാവലമ്പലത്തിലാണ് ഞാൻ പോയത് കേട്ടോ. കീഴ്ക്കാവലമ്പലത്തിൽ പോണ വഴിക്ക് ഇതേ വെള്ള ബട്ടർഫ്ലൈ ചുറ്റിനും പാറി നടക്കണ്ടായിരുന്നു. അങ്ങനെ കീഴ്ക്കാവലമ്മേനെ കണ്ടു, തൊഴുതു, അവിടെ കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. ഞാൻ പിന്നെ മേലേക്ക് നടന്ന് അവിടെ ഒരു അരയാലുണ്ടല്ലോ, അരയാലിന് പ്രദക്ഷിണം ചെയ്ത് വീണ്ടും നടന്നു. അപ്പോൾ എൻ്റെ യോഗീശ്വരൻ്റെ അഷ്ടോത്തര ശതനാമാവലിയും ഞാൻ വാങ്ങിച്ച തട്ടും പിന്നെ ഒരു ശ്രീയന്ത്രം ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് വളരെ ആകസ്മികമായിട്ടാണ് കേട്ടോ ഞാൻ ശ്രീയന്ത്രം വാങ്ങിച്ചത്. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് അമ്മയുടെ ഒരു ഫോട്ടോയും ശ്രീയന്ത്രവും വേണമെന്നുള്ളൊരു തോന്നലുണ്ടായത്. അങ്ങനെ തൊഴുതു, മേൽക്കാവിലും തൊഴുതു. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ, കണ്ടോ, നല്ല ക്യൂ ആയിരുന്നു. ഇത് അന്നദാനത്തിൻ്റെ ക്യൂ ആയിരുന്നേ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഞാനും ക്യൂവിൽ നിന്നു. ഇന്ന് സദ്യ ഉണ്ടായിരുന്നു അമ്മയുടെ. അപ്പോൾ എൻ്റെ പുറകിൽ ഒരു അമ്മ എന്തോ എന്നോട് ചോദിക്കണ്ടായിരുന്നു, ഞാൻ ചിരിച്ചേ. അങ്ങനെ ക്യൂവിൽ നിന്നു, കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. 11:30 ആയപ്പോഴത്തേക്കും അന്നദാനം സ്റ്റാർട്ടായി. അങ്ങനെ ക്യൂവിൽ നിന്ന സമയത്താണ് ഒരു മോൻ്റെ തുലാഭാരം കണ്ടത്. ഒരു പൊന്നുമോൻ. അങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായില്ല, അവന് നല്ല ആസ്വദിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ തുലാഭാരം തൊഴിപ്പിക്കാൻ വന്ന ചേട്ടൻ കുഞ്ഞുമോൻ്റെ കൂട്ടി പിടിച്ചിട്ട് അമ്മയുടെ നേരെ തൊഴുതി പ്രാർത്ഥിപ്പിച്ച് നേരെ തിരിഞ്ഞ് കീഴ്ക്കാവലമ്മേനെയും പ്രാർത്ഥിപ്പിച്ചിട്ട് ചുറ്റിനും വീണ്ടും മേൽക്കാവമ്മേനെ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുമോനെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ കരഞ്ഞതേ ഇല്ല കേട്ടോ. പിന്നെ കീഴ്ക്കാവലിൻ്റെ അമ്പലത്തിൻ്റെ അവിടെ ഞാൻ ആ നടയുടെ അവിടെ വന്നിരുന്നു കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് കയറി. സദ്യയായിരുന്നു കേട്ടോ, അതീ കാണുന്നതാണ്. വിഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അവിടെ മെഡിറ്റേഷനിൽ അങ്ങനെ ഇരുന്നു ഞാൻ. 3 മണിക്ക്, അപ്പോൾ 3:30ക്ക് കാഴ്ചശീവേലി ഉണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചശീവേലിയും കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോവാച്ചിട്ട് അവിടെ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ ചോറ്റാനിക്കര അമ്പലം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 30-37 കിലോമീറ്റർ മാറിയിട്ടാണ്. ശക്തിയും കരുണയും ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ അതിപ്രധാന ദേവീക്ഷേത്രമാണ് ചോറ്റാനിക്കര. ഇവിടെയുള്ള ദേവി സ്വയംഭൂവാണ്. ദിവസങ്ങളിൽ 3 ദേവതാരൂപങ്ങളിലാണ് ഈ അമ്മേനെ നമ്മൾ പ്രാർത്ഥിക്കുക. മാനസികവും അദൃശ്യമായ രോഗങ്ങൾ വല്ലാതെ ശമിപ്പിക്കുന്ന ഭൂതപ്രേത വശീകരണ ശമനി എന്നും അമ്മേനെ വിളിക്കുന്നു.
അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ അമ്മ ക്ഷേത്രങ്ങളിൽ ഒന്നും കൂടിയാണ് ചോറ്റാനിക്കരമ്മ. പുരാണങ്ങളിൽ പറയുന്നത് ചോറ്റാനിക്കരമ്മ മണ്ണിൽ നിന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ട സ്വയംഭൂ രൂപമാണെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ക്ഷേത്രത്തിലെ മക്കമൂല എന്നറിയപ്പെടുന്ന വിഗ്രഹം കല്ലിൽ ഉണ്ടാക്കിയതല്ല എന്നാണ് പറയുന്നത്. അത് ഭൂമിയിൽ നിന്നുള്ള പ്രകൃതിദത്തമായൊരു രൂപമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ മക്കമൂല എന്നാണ് കേട്ടോ പറയുന്നത്. പഴയ കഥകളനുസരിച്ചിട്ട് ഇന്നീ ക്ഷേത്രം ഇതൊരു കുന്നിൻ മുകളിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു ദിവ്യ വെളിച്ചം കാണപ്പെടുകയും ആ ദിവ്യ വെളിച്ചം പിന്തുടർന്നപ്പോൾ ഭൂമിയിൽ നിന്ന് ശോഭിച്ചു നിന്നൊരു ദേവിയുടെ രൂപം കണ്ടതായിട്ടാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇതാണ് ഐതിഹ്യം പറയുന്നത്. ചോറ്റാനിക്കരയുടെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗം കീഴ്ക്കാവാണ്. ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് അമ്മയുടെ ഉഗ്രരൂപമായ കാളിയമ്മയാണ് കേട്ടോ. കീഴ്ക്കാവ് ആദ്യം ശാക്തോപാസകരുടെ ഗുഹ പോലെയായിരുന്നു എന്നാണ് പണ്ട് പറയപ്പെടുന്നത്. ഇവിടെ നടന്നിരുന്ന തന്ത്രതാന്ത്രിക പൂജകൾ ദേവിയുടെ ശക്തിയെ കൂടുതൽ പ്രബലമാക്കിയിരുന്നു. ആദിശങ്കരൻ ഇവിടെ ഭദ്രകാളിയമ്മയുടെ ഉഗ്രതയും ക്രോധവും ശമിപ്പിച്ച് ശാന്തരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന വിധത്തിലാക്കി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഞാനിത് അവിടെ നിന്ന് വാങ്ങിച്ച ശ്രീചക്ര യന്ത്രവും അമ്മയുടെ ഒരു ഫോട്ടോയാണ്. ഏകദേശം ഒരു 6:45 ഞാൻ തിരിച്ച് വീടെത്തി. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും ഈ ശ്രീചക്രയും അമ്മയുടെ രൂപവും നാളെ രാവിലെ എനിക്ക് എൻ്റെ പൂജാ റൂമിൽ പ്രതിഷ്ഠിക്കണം. ഏകദേശം ഒരു 7 മണിക്കാകുമ്പോഴത്തേക്ക് ഞാൻ എത്തി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരി ഓം തത്സത്.